കാസർഗോഡിന്റെ ഏറ്റവും വലിയ സമരമാണ് നാളെ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ. Kerala has blocked the Kasargod road that gives an entry to people from Kerala to Karnataka. അതിർത്തി തുറക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാതെ കർണാടക. Karnataka had in fact blocked the entry of people from the Kasargod district. ഓർമ്മയുണ്ടോ ഈ കാലം 2020 അന്ന് നമ്മൾ കാസർഗോഡ് മാറ്റർ എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ആക്കി 5-6 വർഷമായി. എന്തൊക്കെ നടന്നു. സുനിത വില്യംസ് സ്പേസിൽ പോയി വന്നു. കേരളത്തിൽ എന്തൊക്കെയോ വികസനം വന്നു. പക്ഷെ കാസർഗോഡിന് എന്ത് കിട്ടി? 14 ലക്ഷം ആൾക്കാർ കാസർഗോഡ് ഉണ്ട്. വിച്ച് മീൻസ് 1.4 മില്യൺ പീപ്പിൾ, 1.4 മില്യൺ വോയിസ്. നമുക്ക് അത്ര ഒന്നും വേണ്ട. അതിൽ ഒരു ഭൂരിഭാഗം ആൾക്കാരും പ്രവാസികളാണ്, കുട്ടികളാണ്, പ്രായമായവരാണ്. അത് കഴിഞ്ഞൊരു 4 ലക്ഷത്തോളം ആക്റ്റീവ് യൂത്ത് തന്നെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. 4 ലക്ഷത്തിന് 5%, വെറും 20,000 പേരെങ്കിലും നാളെ സമരത്തിന് അണിനിരന്ന അതൊരു ബഹുജന സമരമായി മാറും. 5 കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട് കാസർഗോഡ്. ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും 4,000 പേര്. 38 പഞ്ചായത്തുണ്ട് കാസർഗോഡ്. ഓരോ പഞ്ചായത്തിൽ നിന്നും വെറും 500 പേര്. ഇത് മതി നമ്മളെ സമരം വിജയിക്കാൻ. ജനബാഹുല്യം കൊണ്ട് മീഡിയ വരും. മീഡിയ വന്ന സിസ്റ്റമിന് കണ്ണു തുറക്കേണ്ടി വരും. 2027 പ്രഭാതത്തിൽ കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഉണ്ടാവും, ഉറപ്പാണ്.